ഹായ് ഗൈസ്, സോനാൽ സജിത്ത് വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് വെച്ചാൽ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ കാറ് കഴുകാനുള്ള ഫോം റെഡിയാക്കി എടുക്കാം എന്നാണ്. അതായത് നമ്മൾ പുറത്ത് കൊടുത്തിട്ട് കാർ വാഷിലും ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ ഫോം കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഫോം എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞൊരു സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു സ്പ്രെയർ ആണ്. അപ്പോൾ ഈ ഒരു സ്പ്രെയർ എന്ന് പറഞ്ഞാൽ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. എനിക്കിത് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ ഇതിന് റേറ്റ് വന്നതെന്ന് വെച്ചാൽ 250 രൂപയാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെയർ 250 രൂപയ്ക്ക് വേർത്താന്ന് വെച്ചാൽ നല്ല വേർത്താണ്. കാരണം ഇതിനെന്ന് വെച്ചാൽ നല്ല പവർ ഉണ്ട്. ബാക്കി സ്പ്രെയർ വെച്ച് നോക്കുമ്പോൾ നല്ല പവറാണ് ഇതിന് നമുക്ക് തരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഈ ഒരു സ്പ്രെയർ. അപ്പോൾ ഓൺലൈനിൽ വാങ്ങാനുള്ള ലിങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കണം. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ട്യൂബ് കാണാൻ സാധിക്കും. അതിൽ ഈ ഒരു ചെറിയ ട്യൂബിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിലൊരു ഹോളാക്കി കൊടുക്കണം. അതായത് 1 ഇഞ്ച് ഡിസ്റ്റൻസ് കിട്ടിയിട്ട് വേണം നമ്മളൊരു ഹോളാക്കി കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതേപോലത്തെ ഒരു സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് ഒരു ഹോളാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഹോളാക്കിയിട്ട് അപ്പുറത്തെ സൈഡിലെത്തിയിട്ടുണ്ട്. പ്രശ്നമൊന്നുമില്ല, 2 ഹോളായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഹോൾ എന്തിനാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അതായത് ഫോം നല്ല രീതിയിൽ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ആക്കിയിട്ടില്ലെങ്കിൽ ഇതിൽ താഴെ കാണുന്ന ലിക്വിഡ് മാത്രമേ പുറത്തേക്ക് വരൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഹോൾ മസ്റ്റായിട്ട് ആക്കി കൊടുക്കണം. ഇനി നമുക്ക് അടുത്തായിട്ട് സ്പ്രെയറിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ സ്ക്രബ്ബറാണ്. ഇനി ഒരു സ്ക്രബ്ബറിന് ചെറിയ പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ ടൈറ്റാക്കി കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു പതയൊന്ന് ക്രിയേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഷാമ്പു ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷാമ്പു ആണെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ലേക്കറോളിൻ്റെ കാർ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു നോർമൽ ഷാമ്പും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി പത കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഈ ഒരു ഷാമ്പു ഈ ഒരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു ലെവലിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അതായത് ഞാൻ ഏകദേശം 1.25 ലിറ്റർ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ പ്രഷർ ആക്കി കൊടുക്കണം. അതായത് അതിൻ്റെ മേലെ കാണുന്ന ആ ഒരു പൈപ്പ് മേലേക്കും താഴേക്കും ആക്കി കൊടുത്തിട്ട് അതിൻ്റെ പ്രഷർ ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ബോട്ടിലൊന്ന് പ്രസ് ചെയ്ത് നോക്കണം. ഓവർ പ്രഷർ ആവാൻ പാടില്ല. ഓവർ പ്രഷർ ആയി കഴിഞ്ഞാൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ സംഭവം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു ഫോമിന് തീരെ തിക്നെസ് ഇല്ല. അതായത് കറക്റ്റായിട്ടല്ല വർക്ക് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് ഡൈല്യൂട്ടായി പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംഭവം ഇവിടെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി നല്ല രീതിയിലൊന്ന് ഷേക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കട്ടെ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല. അതായത് നേരത്തെ പോലെ തന്നെ ഭയങ്കര ഡൈല്യൂട്ടായിട്ടാണ് പോകുന്നത്. പക്ഷേ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു ഫോമിന് നല്ലൊരു കട്ടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും ആ ഒരു ഫോം എന്ന് വെച്ചാൽ നല്ല കട്ടിയായിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഡൈല്യൂട്ടായി പോകുന്നൊന്നുമില്ല. അതേപോലെ തന്നെ ഈ ഒരു സ്പ്രെയർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല പവർ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ ഈ ഒരു സ്പ്രെയറിൽ എന്നാ മാറ്റം വരുത്തിയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ആ ഒരു സ്പ്രെയറിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള ഈ ഒരു ഭാഗം ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടായ സ്ക്രബ്ബറിൻ്റെ പീസ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ക്യാപ്പ് കാണാൻ സാധിക്കും. അതും ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പോഞ്ചിൻ്റെ ചെറിയ പീസാണ്. അതായത് സ്ക്രബ്ബറിൻ്റെ പീസ് കളഞ്ഞിട്ട് സ്പോഞ്ചിൻ്റെ ചെറിയ പീസാണ് വെച്ച് കൊടുക്കേണ്ടത്. അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ക്യാപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്പ്രെയറിലേക്ക് നല്ല രീതിയിൽ ടൈറ്റ് ആക്കി കൊടുക്കുക. ഇനി ഞാൻ ഈ ഒരു സ്പ്രെയർ യൂസ് ചെയ്തതിൻ്റെ മെയിൻ ബെനിഫിറ്റ് ഞാനിവിടെ കാണിച്ചു തരാം. അതായത് ഞാൻ ഈ സ്പ്രെയറിലേക്ക് ഫുള്ളായിട്ട് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയത്തേക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗം ഒന്ന് കാണുക. അതായത് ഞാൻ എത്ര സമയം ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാകും ഞാനിത് എത്ര സമയത്തോളം യൂസ് ചെയ്തതെന്ന്. ഇപ്പം ബാക്കി സ്പ്രെയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഇത് കുറേ സമയത്തേക്ക് എത്തും. ബാക്കി സ്പ്രെയർ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രഷർ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സ്പ്രെയർ എന്ന് വെച്ചാൽ വളരെ യൂസ്ഫുൾ ആണ്. അതേപോലെ തന്നെ ബാക്കി സ്പ്രെയറിൻ്റെ ആട്ടി അധിക പവർ ഈ ഒരു സ്പ്രെയർ തരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.